ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുകയും നടപടികൾ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുകയും എന്ന രീതി തന്നെയാണ് പ്രതിപക്ഷം ഇന്നലെയും നിയമസഭയിൽ ആവർത്തിച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇതേ സമീപനം അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച അവർ വനിതകൾ ഉൾപ്പെടെ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കുകയും ചീഫ് മാർഷലിന് ഗുരുതര പരിക്കേൽക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതിനും ചീഫ് മാർഷൽ ഓഫീസർ ഷിബുവിനെ പരിക്കേൽപ്പിച്ചതിനും റോജി എം ജോൺ, എം വിൻസെന്റ്, സനീഷ് കുമാർ എന്നീ 3 പ്രതിപക്ഷ MLA-മാരെ സസ്പെൻഡ് ചെയ്യേണ്ടി വരികയും ചെയ്തു. നേരത്തെയും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിന്, സംഘർഷം സൃഷ്ടിക്കുന്നതിനും ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തിങ്കളാഴ്ച മുതൽ അത് പ്രത്യേക തലത്തിലേക്ക് കടക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉന്നയിച്ചാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിച്ചത്. അതിനാൽ സുപ്രധാന വിഷയങ്ങളും നിയമനിർമ്മാണ സഭയുടെ അടിസ്ഥാനമായ വിവിധ ബില്ലുകളും വേണ്ടത്ര ചർച്ച ചെയ്യുന്നതിന് സാധിക്കാതെ പോയി. സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ തീരുമാനിച്ചാണ് ഇത്തവണത്തെ സഭാ സമ്മേളനം നിശ്ചയിച്ചത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള 1 ഡസനിലധികം നിയമനിർമ്മാണങ്ങളാണ് സഭ പരിഗണിച്ചത്. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ, കൈവശത്തിലുള്ള അധിക ഭൂമിയുടെ ക്രമവൽക്കരണം, മലയോര മേഖലയിലെ ലക്ഷക്കണക്കിന് കൈവശ ഭൂമിക്കാരുടെ കാലങ്ങളായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം, സ്വന്തം ഭൂമിയിൽ നിന്ന് ചന്ദനമരം മുറിക്കുന്നതിനുള്ള അവകാശം നൽകൽ എന്നിങ്ങനെ സുപ്രധാന നിയമങ്ങളാണ് പരിഗണനയ്ക്ക് വന്നത്. സംസ്ഥാനത്തെ വിവിധ വിഭാഗം ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ഈ വിഷയങ്ങളിൽ ചർച്ച നിഷേധിച്ചതിലൂടെ തങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് വ്യക്തമാക്കുന്നതിനുള്ള അവസരം കളഞ്ഞു കുളിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ സഭാ അധ്യക്ഷന് മുന്നിൽ അദ്ദേഹത്തെ മറയ്ക്കുന്ന വിധത്തിൽ ബാനർ ഉയർത്തുകയും സുരക്ഷാ ജീവനക്കാരുമായി ഏറ്റുമുട്ടലിന് ശ്രമിക്കുകയുമായിരുന്നു ആദ്യ ദിനങ്ങളിൽ. അത് എല്ലാ സീമകളെയും ലംഘിക്കുന്നതാണ് ഇന്നലെ കണ്ടത്. കോടതിയുടെ പരിഗണനയിരിക്കുന്നുവെന്നതിനാൽ സഭയിൽ ചർച്ച ചെയ്യുന്നതിന് പരിമിതിയുള്ളതാണെങ്കിലും ശബരിമല വിഷയം ഉന്നയിച്ചാണ് ഇന്നലെയും സംഘർഷവും സ്തംഭനവും ഉണ്ടാക്കുന്നതിന് ശ്രമമുണ്ടായത്. സ്പീക്കറുടെ ചേംബറിന് മുന്നിലേക്ക് ഓടിക്കയറുക, സുരക്ഷാ വലയം സൃഷ്ടിച്ച വാച്ച് ആൻഡ് വാർഡുമാരെ പ്രകോപിപ്പിക്കുക, കയ്യേറ്റത്തിന് ശ്രമിക്കുക തുടങ്ങിയ നടപടികൾ എല്ലാ ദിവസവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. സ്പീക്കർക്കെതിരെയും മുഖ്യമന്ത്രിക്ക് നേരെയും ആക്രോശിക്കുന്നതിനും സഭ സാക്ഷ്യം വഹിച്ചു. പ്രകോപനത്തിന് വശംവദരാകാതെ ഭരണപക്ഷവും സുരക്ഷാ ജീവനക്കാരും സംയമനം പാലിച്ചതിനാലാണ് സഭയിൽ കൂടുതൽ പ്രക്ഷുബ്ധാവസ്ഥയില്ലാതെ പോയത്. വിഷയത്തിൽ ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം തീരുമാനിക്കുകയും ദേവസ്വം ബോർഡ് തങ്ങളുടേതായ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ സഭയിൽ ചർച്ച ചെയ്യുന്നതിനുള്ള അവസരമൊരുക്കാൻ ശ്രമിച്ചില്ലെന്നത് ശ്രദ്ധേയമാണ്. പകരം ബോധപൂർവം അന്തരീക്ഷം കലുഷിതമാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. കോടതിയിലുള്ള വിഷയമായതിനാൽ സഭയിൽ ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറാകില്ലെന്ന മുൻധാരണ പ്രഖ്യാപിച്ചായിരുന്നു അന്വേഷണ പ്രഖ്യാപനവും നടപടികളും മറച്ചുവെച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടാത്ത പ്രതിപക്ഷത്തെ ഭരണപക്ഷം ചോദ്യം ചെയ്തിട്ട് പോലും അതിനുള്ള നോട്ടീസ് നൽകാൻ തയ്യാറായില്ല. അസാധാരണമായ സമീപനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ബഹളത്തിനിടയിലും സഭാ നടപടികൾ മുന്നോട്ട് പോകുന്നുവെന്ന് വരുമ്പോൾ കൂക്കിവിളികളും അപശബ്ദങ്ങളും പുറപ്പെടുവിക്കലും പോലും ഉണ്ടായി. സഭയിൽ പ്രതിപക്ഷം കാട്ടുന്ന അപഹാസ്യ നാടകങ്ങൾ പൊതുജനങ്ങൾ കാണുമെന്ന് അധ്യക്ഷ വേദിയിൽ നിന്ന് ഓർമ്മപ്പെടുത്തിയെങ്കിലും ബഹളവും സംഘർഷ നീക്കവും അവസാനിപ്പിക്കുവാൻ തയ്യാറാകാതെ നടുത്തളത്തിലിറങ്ങുകയും സ്പീക്കറുടെ വേദിക്ക് മുന്നിലെത്തി പ്രകോപനം സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷം ചെയ്തത്. വിഷയത്തെ വൈകാരികമാക്കുകയും സജീവമായി നിലനിർത്തുകയുമെന്ന ഗൂഢോദ്ദേശം മാത്രമാണ് പ്രതിപക്ഷത്തിനുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്ന സമീപനങ്ങളാണ് സഭയ്ക്കകത്തും പുറത്തും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സഭയ്ക്കകത്ത് ചോര വീഴ്ത്തുക എന്ന ദുഷ്ടലക്ഷ്യവും ഉണ്ടെന്ന് സംശയിക്കാവുന്നതാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വൈകാരികതയെ ഉത്തേജിപ്പിക്കണമെങ്കിൽ അതുകൂടി ആവശ്യമാണെന്ന് കുറുക്കൻ ബുദ്ധി ഇതിനു പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നതിലും തെറ്റില്ല. അതെന്തായാലും തങ്ങളെ തെരഞ്ഞെടുത്ത് അയച്ച സമ്മതിദായകരോടും ജനാധിപത്യ സംവിധാനത്തോടുമുള്ള അവഹേളനവും ജനകീയ വിഷയങ്ങളോടുള്ള പ്രതിപക്ഷത്തിന്റെ നിഷേധാത്മക സമീപനവുമാണ് ഇതിലൂടെ പ്രകടമായത്.